എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു സീൻ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ചില അനുഭവങ്ങളുണ്ടാവും. എൻ്റെ ജീവിതം ആ ഒരു സീനോട് കൂടി മാറ്റിമറിക്കപ്പെട്ടു. ഒരു കണക്ക് പറയുവാണെങ്കിൽ ഭയങ്കര തലകറക്കം പോലെ തോന്നി. കാരണം 48 ഡിഗ്രിയാണ് രാജസ്ഥാൻ്റെ ടെമ്പറേച്ചർ. ഒരു ഫാൻ പോലും ഇല്ലാണ്ട് ഈ മരത്തിനിടയിൽ ഒരു 3-4 പിള്ളേരുമായിട്ട് ഞാൻ ഇരുന്നു. അവർക്കൊരു ചെരുപ്പില്ല, ഒരു ഉടുപ്പില്ല. ഒരു ഉടുപ്പ് നമ്മളൊരു പുതിയത് വാങ്ങിക്കൊടുത്താൽ 2 മാസം ഒന്നും അലക്കാനുള്ള സംവിധാനമില്ല, കുടിക്കാനും ഒരു ഗ്ലാസ് വെള്ളമില്ല. ഒരു പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ഒരു ബ്ലേഡുമായിട്ട് പോവുകയാണ്. ഞാൻ ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു. സാർ ഇവിടെ ഇരുന്നോ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് എന്നാ വെച്ചാൽ അവിടെ ഒരു ഡെലിവറി നടക്കുകയാണ്. ഒരു പതിറ്റാണ്ട് മുമ്പാണ് കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് സ്വദേശിയായ സുനിൽ ജോസ് തെരുവിൻ്റെ മക്കളെ അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചു തുടങ്ങിയത്. തെരുവിലലയുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ലോക നെറുകയിലെത്തിക്കാൻ മാറ്റിവെച്ചതാണ് ഈ 53-കാരൻ്റെ ജീവിതം. എൻ്റെ പേര് ഡോക്ടർ സുനിൽ ജോസ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയായ കൂരാച്ചുണ്ടിൽ എൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്നാണ് ഈ ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഞാൻ 1995 അജ്മീർ രൂപതയുടെ സ്കൂളായ സെൻറ്റ് ആൻസലം സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയാണ്. ഇപ്പോഴും ജോലി ചെയ്യുന്നു. ഇനിയൊരു 7 കൊല്ലം കൂടെ എനിക്ക് സർവീസ് ഉണ്ട് അവിടെ. ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പിള്ളേരെല്ലാം എബോവ് മിഡിൽ ക്ലാസ് ഫാമിലിയുടെ പിള്ളേരാണ്. അങ്ങനെ ഞാനൊരു 10-15 കൊല്ലം അവിടെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ജീവിതം മാത്രമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു കല്യാണത്തിന് പോകാൻ യാദൃശ്ചികമായി കല്യാണത്തിന് പോകാൻ പറ്റി. ഞാൻ കല്യാണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ട ഒരു സീൻ, എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു സീൻ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ചില അനുഭവങ്ങളുണ്ടാവും. എൻ്റെ ജീവിതം ആ ഒരു സീനോട് കൂടി മാറ്റിമറിക്കപ്പെട്ടു. ഞാൻ കണ്ടത് കുറേ കുട്ടികളിങ്ങനെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി ഒരു വേസ്റ്റ് കൊട്ടയിലേക്ക് ഇടുമ്പോൾ ആ വേസ്റ്റ് കൊട്ടയിലേക്ക് ഇടുന്ന സമയത്ത് അതിനകത്തുനിന്ന് ഓരോ അപ്പക്കഷ്ണവും പറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ നല്ല അപ്പക്കഷ്ണം കിട്ടുന്നവർ ആദ്യം പറക്കിയെടുത്തുകൊണ്ട് ഓടുന്നു, കഴിച്ചുകൊണ്ട് ഓടുന്നു. ബാക്കിയുള്ളവർ ചെറിയ പിള്ളേർ അത് അവർക്ക് കിട്ടുന്ന സാധനം കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ എച്ചിലുകളുടെ ഇടയിൽ തിരയുന്ന ഒരു രംഗം ഞാൻ കാണുവാണ്. അപ്പോഴാണ് എൻ്റെ മനസ്സിനെ ഒരു പ്രിക്കിയത് സംഭവം നടന്നതോട് കൂടിയിട്ട് ഞാൻ വിചാരിച്ചു, ഞാനീ പഠിപ്പിക്കുന്ന വലിയ സ്കൂളല്ലാതെ ഒരു ജീവിതം പുറത്തുണ്ട്. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആ പിള്ളേർ എവിടെയാണ് താമസിക്കുന്നതെന്ന് അവരുടെ അഡ്രസ്സ് ചോദിച്ചു. ഞാൻ അവരുടെ ഒരു സ്ലം ഏരിയയിലാണ് ചെല്ലുന്നത്. അതായത് പ്ലാസ്റ്റിക് കൊണ്ട് പടുന്ന കൂരകൾ, താഴെ ഒരു ഫ്ലോറിങ്ങും ഇല്ല. അങ്ങനെ ഒരു പറ്റ ആളുകൾ ഇങ്ങനെ താമസിക്കുന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ടോ? പറഞ്ഞു, ആരും സ്കൂളിൽ പോകുന്നില്ല. പഠിക്കാൻ ഇഷ്ടമുണ്ടോ? ഇല്ല. നമ്മളെന്തെങ്കിലും ഭക്ഷണം കൊടുക്കാനായിട്ട് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഓടി വന്ന് കഴിക്കും. പഠനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരാളും ഇല്ല. എനിക്കത് എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവരെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ട് കാര്യം നടക്കില്ല. ഇവർക്ക് അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ പ്രാപ്തനാക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ വളരെ വിഷമിച്ച് എല്ലാ ദിവസവും അവരെ പോയി കാണാൻ തുടങ്ങി. കണ്ട് അവസാനം അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 2-3 പിള്ളേരെ ഈ മരത്തിൻ്റെ ചോട്ടി പഠിപ്പിച്ചോളാൻ പറഞ്ഞു. അവരുടെ കോളനിയുടെ നടുക്കൊരു മരമുണ്ട്, നീം ട്രീ എന്ന് പറയും. അതിൻ്റെ താഴെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കണക്ക് പറയുവാണെങ്കിൽ ഭയങ്കര തലകറക്കം പോലെ തോന്നി. കാരണം 48 ഡിഗ്രിയാണ് രാജസ്ഥാൻ്റെ ടെമ്പറേച്ചർ. ഒരു ഫാൻ പോലും ഇല്ലാണ്ട് ഈ മരത്തിനിടയിൽ ഒരു 3-4 പിള്ളേരുമായിട്ട് ഞാൻ ഇരുന്നു. ആ 3-4 പിള്ളേരുമായിട്ട് ഞാൻ ഇരുന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അത് കണ്ട് അതൊരു 30 പിള്ളേരായി. ഞാൻ ഈ പറയുന്ന 15 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. 30 പിള്ളേരായി, 40 പിള്ളേരായി കഴിഞ്ഞപ്പം ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു വാൻ വാങ്ങിയിട്ട് ഈ പിള്ളേരെ അവരുടെ ആധാർ കാർഡ് ഉണ്ടാക്കി അവരെ സ്കൂളിൽ അയക്കാൻ തുടങ്ങി കഴിഞ്ഞോട് കൂടിയിട്ട് ഇതിങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇത് വ്യാപിക്കാൻ തുടങ്ങി. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? 70 പിള്ളേരായല്ലോ ദൈവമേ, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള എൻ്റെ ഒരു വലിയ പ്രശ്നം വന്നു. 2016 എൻ്റെ 3 പിള്ളേർ, ഞാൻ ഈ എടുത്ത് പഠിപ്പിച്ച 3 പിള്ളേർ JEE അഡ്വാൻസ് ക്ലിയർ ചെയ്ത്, ഒരാൾ IIT ഡൽഹി, IIT ഭുവനേശ്വർ, IIT BHU ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഈ 3 IITസിലും എൻ്റെ 3 പിള്ളേർ സ്ലം ഏരിയയിൽ നിന്ന് കിട്ടിയപ്പം നോർത്ത് ഇന്ത്യയിലെ മീഡിയ മുഴുവൻ ഈ പിള്ളേരെ എടുത്ത് തന്നു. നിങ്ങൾ വീട്ടിലൊരു ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്ത നിങ്ങൾ എങ്ങനെ പഠിച്ചു? അത് പറയാൻ പറഞ്ഞപ്പോഴാണ് അവരെല്ലാ മീഡിയയും ഞാൻ നേരം വെളുക്കുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തൊപ്പുണ്ട്. അവർ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ അവിടം വരെ എത്തിച്ചത്?
ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ട് പേജിൽ നമ്മുടെ ആർട്ടിക്കിൾ വന്നു. അതോടുകൂടി ജനം നമ്മളെ അറിയാൻ തുടങ്ങി. ജനം നമ്മളെ അറിയാൻ തുടങ്ങിയപ്പം അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി. പല ആളുകളും ഫോൺ ചെയ്ത് പറയുന്നു, നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിന് മുന്നോട്ട് പോകാൻ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ 70 പിള്ളേരായ ആ പ്രസ്ഥാനം ഇന്ന് 534 കുട്ടികൾ പഠിക്കുന്ന, അവർക്ക് ഭക്ഷണം കൊടുത്ത് പഠിപ്പിക്കുന്ന സ്വന്തം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായി വളർത്താൻ എനിക്ക് സാധിച്ചു. ഞാൻ ഒറ്റയ്ക്കൊന്നും അല്ല ഇത് ചെയ്യുന്നത്. ഇത് ഒറ്റയ്ക്ക് നമുക്കൊരു എന്നെപ്പോലെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ടീച്ചർ 534 പേർക്ക് ദിവസവും ഭക്ഷണം കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എൻ്റെ ശമ്പളം മുഴുവൻ തന്നെ, ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ എൻ്റെ ശമ്പളം മുഴുവൻ ഇതിനായിട്ട് ഉപയോഗിക്കുമായിരുന്നു. 2 കൊല്ലം ഏകദേശം ഒരു 1.25 ലക്ഷത്തിന് മുകളിൽ ശമ്പളം വാങ്ങുന്ന ഞാൻ 2 കൊല്ലം 1 രൂപ പോലും എനിക്ക് വേണ്ടി ചിലവാക്കാതെ ഈ പിള്ളേർക്ക് വേണ്ടി ഇറങ്ങി. അപ്പോൾ എനിക്കും ടെൻഷനായി. ഇനി നമ്മുടെ പിള്ളേരുണ്ട്, കല്യാണമൊക്കെ കഴിക്കാൻ വേണ്ടി റെഡിയായിട്ട് വരുന്ന നമ്മുടെ പിള്ളേരുണ്ട്. അപ്പോൾ എനിക്ക് ടെൻഷനായി. ഞാനിനി എങ്ങനെ പോകുമെന്നറിയുന്ന സമയത്ത് എന്നെ സഹായിക്കാൻ ഒത്തിരി കരങ്ങൾ വന്നു. ദൈവം വിട്ടു. ഞാനീ ചെയ്തത് എൻ്റെ ഒരു കഴിവ് കൊണ്ടൊന്നുമല്ല, കർത്താവായ യേശുവിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് ഞാനത് കൃത്യമായിട്ടും വിശ്വസിക്കുകയാണ്. കാരണം നമ്മൾ ഈശ്വരൻ്റെ ഒരു ടെസ്റ്റിന് പോകണം. ആദ്യം ചെയ്യുന്ന ടെസ്റ്റ് നമ്മളെ ഈ പരിപാടിയിൽ സമർപ്പിക്കാമോ എന്ന് ദൈവം നമ്മളോട് ടെസ്റ്റ് ചെയ്യും. അതൊരു UPSC എക്സാം ആണെന്ന് കൂട്ടിയാൽ മതി. 2.5 കൊല്ലം മുഴുവൻ പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പം ഞാൻ തളർന്നോ എന്ന് ദൈവം നോക്കി. തളർന്നില്ലെങ്കിൽ ദൈവം നമ്മളെ ഒരു കാര്യത്തിലും ഒരു പ്രശ്നം വരുത്തിയല്ല. ഞങ്ങൾ അജ്മീറിൽ ഇങ്ങനെ പ്രവർത്തനമായി. പിന്നെ ഞാൻ വിചാരിച്ചു, ഇനി ഇവരുടെ ഇടയിൽ എങ്ങനെ പോകും പഠിപ്പിക്കാൻ. ഇവരുടെ ഇടയിൽ പഠിപ്പിക്കാൻ പോകുന്നതിനെ പറ്റി ആലോചിച്ച് ഞാൻ കുറച്ച് എൻ്റെ സ്റ്റുഡൻസ്, നല്ല ആൾക്കാർ, അവരോട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, എനിക്കൊരു ബസ് വാങ്ങണം. ഒരു സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങി തന്നാൽ മതി, ഒരു പഴയ ബസ് വാങ്ങി തന്നാൽ മതി, ഞാനും ഇടാം കുറച്ച്. പക്ഷേ എല്ലാം ബസ്സും വാങ്ങാനുള്ള എൻ്റെ അടുത്ത് സാമ്പത്തികമായിട്ടില്ല. അവരെല്ലാവരും ഞാനും കൂടെ കൂടി ഒരു സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങിയിട്ട് അതിന് ഞങ്ങൾ പേരിട്ടു എഡ്യൂക്കേഷൻ ഓൺ വീൽസ്. എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ ബസ്സിൻ്റെ മൊത്തം സീറ്റും മാറ്റി അതൊരു ക്ലാസ് റൂമാക്കി. ഒരു 2 ടീച്ചറും വെച്ച് ഒരു ഡ്രൈവറും വെച്ചിട്ട് വയറ് നിറച്ചും ഭക്ഷണം പിള്ളേർക്ക് കൊടുക്കത്തക്ക രീതിയിൽ ഭക്ഷണം പാക്ക് ചെയ്ത് ഈ ബസ് തെരുവിൽ കൂടെ പോയി. 2 മണിക്കൂർ ഒരു സ്ഥലത്ത് നിർത്തും. ഇപ്പോൾ 8 മുതൽ 10 വരെ ഈ പോയിന്റിലാണ്. അവിടെ 30 പിള്ളേർ റെഡിയായി. ആദ്യമൊക്കെ പിള്ളേർ വന്നത് വെറും ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. പിന്നെ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അടുത്ത സ്റ്റോപ്പിൽ 10 മണി മുതൽ പിള്ളേർ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വെയിറ്റ് ചെയ്ത് 534 പിള്ളേർ ഇന്ന് ഭിക്ഷാടനം നിർത്തി. അവരെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് ഒരിറ്റ് കണ്ണീര് വാർത്താതെ ഒരാളും പോയിട്ടില്ല. കാരണം അവർക്കൊരു ചെരുപ്പില്ല, ഒരു ഉടുപ്പില്ല. ഒരു ഉടുപ്പ് നമ്മളൊരു പുതിയത് വാങ്ങിക്കൊടുത്താൽ 2 മാസം ഒന്നും അലക്കാനുള്ള സംവിധാനമില്ല, കുടിക്കാനൊരു ഗ്ലാസ് വെള്ളമില്ല. പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. നമ്മൾ പേരൻസിന് എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞ് ചെല്ലാൻ പറ്റത്തില്ല. കാരണം ഇവർ ഭിക്ഷാടനമാണ് ഇവരുടെ തൊഴിൽ. ഇവരുടെ അച്ഛനും ഭിക്ഷാടനം നടത്തുന്നു, ഇവരുടെ വലിയച്ഛനും ഭിക്ഷാടനം നടത്തുന്നു. അങ്ങനെയുള്ളൊരു കാസ്റ്റാണ് ഇവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അവർ വിശ്വസിച്ചിരിക്കുന്നത് അവരുടെ ഏതോ ഒരു കുലദേവി അവരെ ശപിച്ചു. ഇനി ആരും ഞങ്ങളെ ഒരു ജനറേഷൻ പോലും ഞങ്ങളുടെ ഒരു കാലത്തും ഈ ഭിക്ഷാടനത്തിൽ നിന്ന് മാറില്ല. അതുകൊണ്ട് ഞങ്ങൾ ഭിക്ഷാടനം മാത്രമേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ. ഞങ്ങളെ വേറെ ഒരു ജീവിതത്തിൽ രക്ഷപ്പെടാൻ മാർഗ്ഗമില്ല. അവർക്ക് റിസർവേഷനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവരെ അങ്ങനെ ഒരു അന്ധവിശ്വാസത്തിൽ ജീവിക്കുകയാണ്. അവിടെയാണ് ഞാൻ വിചാരിച്ചത്, ഇത് മൃഗതുല്യരായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയിലും ഈ കോളനി പോയിരിക്കും, അവരുടെ കൂടെ സംസാരിക്കും. അവരൊരു കപ്പ് ചായ തന്നാൽ അത് മുഴുവനും ഈച്ചയും എല്ലാമായിട്ട് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റിയല്ല. ഛർദ്ദിക്കരുതേ ദൈവമേ എന്ന് വിചാരിച്ച് ഞാൻ എത്രയോ പ്രാവശ്യം കുടിച്ചിട്ടുണ്ട്. പക്ഷേ കുടിക്കും. അവരൊരു കല്യാണത്തിന് വിളിച്ചാൽ അവരുടെ കല്യാണത്തിന് ഞാൻ പോകും. അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്ന അവരോട് വർത്തമാനം പറയുമ്പം അടുത്ത ഒരു ചെരിയില്ല, ഒരു കുടിലിൽ നിന്ന് ഭയങ്കര ഒച്ച വെക്കുക, ഒരു സ്ത്രീ കരയുന്നത്. ഞാൻ വിചാരിച്ചു അവരുടെ ഭർത്താവ് എന്തെങ്കിലും മദ്യപിച്ചിട്ട് അവരെ അറ്റാക്ക് ചെയ്യുക എന്തെങ്കിലും ആണോ, ഈ സ്ത്രീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പം ഒരു പ്രായമായിട്ടുള്ളൊരു സ്ത്രീ ഒരു ബ്ലേഡുമായിട്ട് പോവുകയാണ്. ഞാൻ ചോദിച്ചു ഇതെന്നാ ചോദിച്ചു. ഓ സാർ ഇവിടെ ഇരുന്നു ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് എന്നാ വെച്ചാൽ അവിടെ ഒരു ഡെലിവറി നടക്കുകയാണ്. ഒരു ബ്ലേഡ്, ആ ബ്ലേഡുമായിട്ടൊരു പ്രായമായിട്ടുള്ള സ്ത്രീ പോവാണ്. താഴെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് പിടിച്ചിട്ടുണ്ട്. ആ സീൻ കണ്ടിട്ട് എനിക്കൊരു 2 ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. അതാണ് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ സ്റ്റൈല്.
അപ്പം ഇങ്ങനെയുള്ള ഒരു കുട്ടികളെ ആദ്യ കാലഘട്ടത്തിൽ, ഇപ്പം ഞാൻ 15 കൊല്ലമായി, ഇപ്പോഴത്തെ സ്ഥിതി മാറി. ഇപ്പം ഞാൻ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ആൾക്കാർ സാർ എൻ്റെ കൊച്ചിനെ കൂടെ ചേർക്കണം, എൻ്റെ കൊച്ചിന് ആധാർ കാർഡില്ല, ആ വീട്ടിലെ കൊച്ചൊരു നേഴ്സായി, ഈ വീട്ടിലെ കൊച്ചൊരു ലാബ് ടെക്നീഷ്യനായി, അപ്പോൾ എൻ്റെ കൊച്ചിനെ കൂടെ പഠിപ്പിക്കണം എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ സംരംഭം ദൈവാനുഗ്രഹത്താൽ വളർന്നു. ഈ പിള്ളേർ തെരുവിൽ നിന്ന് മാറി ഒരു നല്ല വിദ്യാഭ്യാസത്തോടു കൂടി എവിടെയെങ്കിലും ജീവിക്കട്ടെ, ലോകത്തിൽ എവിടെയെങ്കിലും ജീവിക്കട്ടെ. എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല എല്ലാവരും ഡോക്ടറാണെന്ന്. ഈ കൊല്ലത്തെ കാര്യം പറയുവാണ്, നീറ്റിൽ ഞങ്ങളുടെ ഒരു കൊച്ച് SC കൊച്ചാണ്, ഷെഡ്യൂൾ കാസ്റ്റ്, 1ാമത്തെ ക്ലാസ്സിൽ അലഞ്ഞു തിരിഞ്ഞ് എൻ്റെ മുന്നിൽ ഒരു പേനയായിട്ട് വന്നു. ഒരു 10 പേന കൈ പിടിച്ചു, ഒരു പേന വിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എൻ്റെ മുന്നിൽ വന്നു. ഈ പേന വാങ്ങുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പേന വാങ്ങാം, ഈ 10 പേനയും വാങ്ങാം, പക്ഷേ നീ നാളെ എൻ്റെ കൂടെ പഠിക്കാൻ വരുമോ എന്ന് ചോദിച്ചു. പഠിക്കാൻ വരാമെന്ന് പറഞ്ഞു. ആ കൊച്ചിനെ ആ തെരുവിൽ നിന്നെടുത്ത് പഠിപ്പിച്ചാണ് അവൾ ഇപ്രാവശ്യം മെഡിക്കൽ കോളേജിൽ MBBS പഠി കയറും. അപ്പോൾ ആ കൊച്ചിന് വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ല, കൂനയാണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ച് നല്ല ആൾക്കാരെ കൂട്ടിയിട്ട് ഒരു ലൈബ്രറി ഉണ്ടാക്കി. ഒരു ലൈബ്രറി കം റീഡിംഗ് റൂം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലുണ്ടാക്കി. അവിടെ എന്താണെന്ന് വെച്ചാൽ സംവിധാനം, ഒരു ഗാർഡുണ്ട് നമ്മുടെ അടുത്ത്, ഓൾറെഡി ഒരു ഓൾഡ് മാൻ ഉണ്ട്. അപ്പോൾ അവർക്കുള്ള സംവിധാനം ചെയ്തു കൊടുത്ത് നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും പഠിക്കണമെങ്കിൽ ഫാനുണ്ട്, ലൈറ്റുണ്ട്, ഒരു ടിഫിനുമായിട്ട് വരിക, വെള്ളമുണ്ട്, വാഷ്റൂമുണ്ട്, വന്ന് ഇരുന്ന് പഠിക്കുക. ആ കൊച്ചുങ്ങൾ ഒരു 8 പിള്ളേരുണ്ടായിരുന്നു. അങ്ങനെ ഈ എപ്പോൾ ഞാൻ ചെന്നാലും അവർ ഇരുന്ന് പഠിക്കുന്നത് കാണുന്നത്. രാത്രി 12 മണി എന്നാലും അവിടെ ഇരുന്ന് പഠിക്കുന്നത് കാണാം. അവർ എപ്പോഴാണ് ഉറങ്ങുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. അവിടെ രാജസ്ഥാനത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് നമ്മളൊരു ഗുരുക്കന്മാരെ കാണുമ്പോൾ കാല് തൊടുകയെന്ന്. എൻ്റെ ഈ റിസൾട്ട് വന്നതിന് ശേഷം എൻ്റെ കാല് തൊടാൻ വേണ്ടിയിട്ട് ഈ പിള്ളേർ ഈ IIT കഴിഞ്ഞവരും എല്ലാവരും വന്നപ്പം എനിക്ക് സത്യത്തിൽ അവരുടെ കാല് തൊടാനാണ് തോന്നിയത്. കാരണം നമ്മുടെ പിള്ളേർക്കൊക്കെ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ iPhone 14 Pro വന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റേ നമുക്ക് വരുള്ളൂ. അവരുടെ വീട്ടിൽ ഈ ബൈക്കാണ്, എനിക്ക് ആ ബൈക്ക് ബ്രാൻഡ് മാറ്റിയിട്ട് വേറൊരു ബൈക്കാണെന്ന് വേണമെന്ന് വാശി പിടിക്കുന്ന പിള്ളേരുടെ ഒക്കെ ഉള്ള ആൾക്കാരാണ് ഞാനും നിങ്ങളും എല്ലാം. അവരൊന്ന് കാണണം മനോബലം. ആ പിള്ളേരുടെ മനോബലം കണ്ടിട്ട് ഞാൻ തന്നെ ആശ്ചര്യപ്പെട്ടു പോയി. ഞാൻ അവരുടെ പൊസിഷനെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇത്രയും മനോബലം ഇല്ലായിരുന്നു. അത്രയും കഷ്ടപ്പെട്ടിട്ട് അവർ മുന്നോട്ട് പോകുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് ഇതുവരെ മുന്നോട്ട് പോകാൻ എങ്ങനെയൊക്കെയോ സാധിക്കുന്നു. എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ അക്കൗണ്ട് 31-ാം തീയതി പൂജ്യമായിരിക്കും. പക്ഷേ ഒരു 18 സ്റ്റാഫ്, ഒരു ബസ്, ഒരു വാന്, അതിൻ്റെ സ്റ്റാഫ്, ഡീസൽ, ഈ പിള്ളേർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം, പിള്ളേർക്ക് കൊടുക്കാനുള്ള ഭക്ഷണവും ദൈവം എത്തിക്കാൻ തുടങ്ങി. എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ പിള്ളേരെ കാണാൻ ആൾക്കാർ വരാൻ തുടങ്ങി. അജ്മീർ സിറ്റിയിൽ നിന്ന് പിള്ളേരെ കാണാൻ വേണ്ടി വരും. അതായത് ഈ പിള്ളേർ പഠിക്കുന്നുള്ള സ്ഥാപനം സന്ദർശിക്കാൻ വരുമ്പം അവർ പറയും, സാറേ എൻ്റെ മോൻ്റെ ബർത്ത്ഡേയാണ്, എൻ്റെ മോളുടെ കല്യാണമാണ്, വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, അച്ഛൻ്റെ ചരമദിനമാണ്. ഇതിനെല്ലാം ഭക്ഷണം അവരുണ്ടാക്കി അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ ബാക്കി വരുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാണ്. ആ ബാക്കി വരുന്ന ഭക്ഷണത്തിന് രാത്രി 12 മണിക്കായിരിക്കും ചിലപ്പോൾ ഫോൺ വരുന്നത്. ഒരു ഡ്രൈവർ ഉണ്ടാകില്ല. അപ്പം നമ്മൾ വിചാരിക്കരുത് രാത്രി 12 മണിക്ക് എനിക്കും രാവിലെ സ്കൂളിൽ പോകണ്ട, എങ്കിലും ഞാൻ എണീറ്റ് പോവും. ഞാൻ വിചാരിക്കും 1 മണിക്കൂറല്ലേ ഞാൻ ഉറങ്ങാണ്ടിരിക്കുകയുള്ളൂ. 1 മണിക്കൂർ ഞാൻ ഉറങ്ങാണ്ടിരിക്കും 534 പിള്ളേർ ബിരിയാണി തിന്നിയല്ലേ. ഞാൻ വിശ്വസിക്കുന്ന കർത്താവിൽ ഒരു ദിവസം നമ്മൾ ചെയ്തതും ചെയ്യാത്തതും, നമ്മൾ കർട്ടന് പുറകിൽ ചെയ്തതും കർട്ടന് മുമ്പിൽ ചെയ്തതുമായ എല്ലാ കാര്യങ്ങളുമായിട്ട് നമുക്ക് ഒരു ദിവസം നേരെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മളോട് 3 ചോദ്യം ചോദിക്കും. നമുക്കതിന് ഉത്തരം പറയണം. 1, ഞാൻ നഗ്നനായിരുന്നു, നീ എനിക്ക് വസ്ത്രം തന്നു. എനിക്ക് ഭക്ഷണമില്ലായിരുന്നു, വിശന്നു, നീ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നീ എനിക്ക് വസ്ത്രം തന്നു. ഞാൻ ജയിലിലായിരുന്നു. അത് ആൻസർ ചെയ്തേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് വലിയതായിട്ടൊന്നും ഉണ്ടാക്കി വെക്കണ്ട. അവർക്ക് ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഞാൻ എത്ര ചെയ്തുള്ളൂ. എൻ്റെ പിള്ളേർക്ക് പറ്റുന്ന പോലെ ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുത്തു. അതിനുശേഷം അവരോട് പറഞ്ഞു, നിങ്ങളുടെ കാലിൽ നിൽക്കുക. 534 പിള്ളേരായ ഈ സ്ഥാപനത്തെ ഒരു കൊല്ലം, എൻ്റെ ആഗ്രഹം ഒരു കൊല്ലം 1000 പിള്ളേർ ഭിക്ഷാടനം നിർത്തി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞ് നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ചിന്തയാണ്. എൻ്റെ മനസ്സിൽ അങ്ങനൊരു ചിന്തയുണ്ടായിരുന്നു.
എനിക്ക് എൻ്റെ പിള്ളേരുണ്ട്, ഭാര്യയുണ്ട്, വീടുണ്ടാക്കണം, അങ്ങനെ ഒരു 1000 പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലും കയറി. ഇന്ന് ഞാൻ ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് പറയുവാണ്, ഞാൻ മാത്തമാറ്റിക്സിൻ്റെ ടീച്ചറാണ്, ഞാനൊരു ഫോർമുല പറഞ്ഞുതരാം. മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് തോന്നാനുള്ളൊരു ഫോർമുല ഞാൻ കണ്ടുപിടിച്ചതാണ്. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഫോർമുലയാണ് ഞാൻ പറയുന്നത്. നമുക്ക് പണം വേണം, പണത്തിൻ്റെ സ്ഥലത്ത് പണം തന്നെ വേണം ജീവിക്കാൻ. ഒരു സ്റ്റാൻഡേർഡ് ലൈഫ് ജീവിക്കാൻ നമുക്ക് പണം വേണം, അതിൽ കൂടുതൽ വേണ്ട. നമുക്ക് സഞ്ചരിക്കാനൊരു കാറ് വേണം, അതിന്ന് നെസസറിയാണ്. പക്ഷെ നമുക്ക് BMW വേണോ ബെൻസ് വേണോ എന്നുള്ളത് നമ്മൾ സാധാരണ ഒരു കാറാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പണം കിട്ടും. നമുക്ക് സമയം നോക്കാനൊരു വാച്ച് വേണം, പക്ഷേ 2 ലക്ഷം രൂപയുടെ ഒരു റാഡോ വാച്ചാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റിയല്ല. നമ്മൾ ഒരു ഷർട്ട് ഇടുന്നത് ഒരു 700 രൂപ 600 രൂപയ്ക്ക് നമുക്ക് നല്ല ഷർട്ട് കിട്ടും. നമ്മളൊരു ബ്രാൻഡഡ് 10,000 രൂപയുടെ ഷർട്ട് വാങ്ങാൻ പോകുന്നെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റിയല്ല. അത്രയും ചെയ്താൽ മതി. നമ്മൾ നമ്മുടെ ജീവിതം മുഴുവൻ മാറ്റി വെക്കണമെന്നൊന്നും പറയില്ല. ഇതിനെല്ലാം എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഫാമിലിയാണ്. ഫാമിലി എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം രാത്രി പോകുന്നു വരുന്നു, എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. എൻ്റെ ഭാര്യ ഷൈനി തോമസ് എന്നാണ് പേര്. അവർ രാജസ്ഥാൻ ഗവൺമെൻറ് സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പളാണ്. എൻ്റെ മോള് ഡോക്ടറാണ്. എൻ്റെ മോൻ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് കാനഡയിൽ ആർട്ടിഫിഷ്യൽ മാസ്റ്റേഴ്സ് ചെയ്തു, ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ മറ്റുള്ള പിള്ളേരെ നോക്കിയുള്ളൂ, എൻ്റെ പിള്ളേരെ ഞാൻ നോക്കിയില്ല. എൻ്റെ പിള്ളേരെ എനിക്ക് നോക്കാൻ സമയം കിട്ടിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ പിള്ളേരെ ദൈവം നോക്കിക്കോളും. നമ്മൾ മറ്റുള്ളവരുടെ പിള്ളേരെ നോക്കിയാൽ മതി. ദൈവത്തിനറിയാം ഇത് മറ്റുള്ള പിള്ളേരുടെ കൂടെയാണ് പോകുന്നതെന്ന്, നോക്കാൻ പോകുന്നതെന്ന്. അപ്പം അവരെ ദൈവം നോക്കിക്കോളും.